നമുക്കിന്ന് ഈസിയും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനും പെട്ടെന്നൊരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ 1 സ്പൂൺ ചിക്കൻ മസാല എടുത്ത് അതിടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ. ഇതൊന്ന് മിക്സ് ആവാനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇളക്കി ഒരു 20 മിനിറ്റ് വെക്കണം. ഒത്തിരി മുളകും എരിവും ഇടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിരിയാണിയിലേക്ക് ബിരിയാണി മസാല വരും. അപ്പം ഇതിൻ്റെ മുളകും കൂടെ ആകുമ്പോൾ എരിവ് കൂടും. രണ്ട് ഗ്ലാസ് അരി എന്നാൽ എൻ്റെ അളവുകളാണ്. അതിന് 2 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ 600 ഗ്രാമാണ് കേട്ടോ. ഞാൻ അളവ് നിങ്ങൾ ഏത് അളവ് ഗ്ലാസ്സിൽ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അത് നല്ല ക്ലിയർ ആകുന്നതോടെ വരെ നമ്മൾ കഴുകണം. നമുക്കിതിനായി ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. ചിക്കൻ വറുക്കാനായിട്ട് വെക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബിരിയാണിക്കായിട്ട് ഒരു ചട്ടി എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചതിൻ്റെ എണ്ണ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്കായ, 3 സ്റ്റാർ നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അത് ബ്രൗൺ ആവണം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കളി പുതിനയിലയും 2 സ്പൂൺ തൈരും 1 പച്ചമുളകും കൂടി ചേർത്ത് അരച്ചാണത്. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല 2 സ്പൂൺ ഇടാം. ചേർക്കാം. 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചട്ടിയിൽ തുറന്ന് നോക്കിയാലോ. മസാല റെഡിയായി നോക്കാം. മസാല നന്നായി റെഡി ആയി കഴിഞ്ഞു. നമ്മളിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇടാം. ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ നമുക്ക് നോക്കണം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് അരി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ചെയ്യാനായി തീ കുറച്ച് വെക്കണം. മുകളിലായി കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച കപ്പലിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഇടാം. നമുക്ക് നമ്മുടെ ബിരിയാണി ചട്ടി തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇളക്കി നോക്കാം. കഴിക്കാൻ പാകത്തിന് വെന്തു. നമുക്കിനി ഇത് അടച്ച് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എമ്മിയും ടേസ്റ്റിയുമായ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ.